ഹലോ കിഡ്സ്, ഇന്ന് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു സീനറിയാണ്. ഒരു ചെറിയ വീടും പുഴയും എല്ലാം കൂടെ ചേർത്താണ് വരയ്ക്കുന്നത്. അതെങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മേഘങ്ങൾ വരയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു 3 ഒക്കെ എഴുതത്തില്ലേ, അതേമാതിരി നമ്മൾ മേഘങ്ങൾ ഒന്ന് ജസ്റ്റ് വളച്ച് ഇതാണ് നമ്മുടെ മേഘങ്ങൾ. ഇനി മേഘങ്ങളുടെ നടുക്ക് ഒരു സൂര്യൻ. ആദ്യം നമ്മളൊരു ചെറിയ വട്ടം വരച്ച്, പിന്നെ മുകളിലോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇടയിൽ നമ്മൾ ഓരോ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. അങ്ങനെ നമ്മുടെ സൂര്യനും റെഡിയായി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു മല കണക്ക് വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ എത്തുമ്പോൾ താഴോട്ട് കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് എടുത്ത് ഇവിടെ നമ്മൾ ഒരു ചെറിയ വീട് വരയ്ക്കും. ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം, ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം, പിന്നെ അതിൻ്റെ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടുന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടുന്നും അതേ കണക്ക് ജസ്റ്റ് വളച്ചു അങ്ങോട്ട് ജോയിൻ ചെയ്തു. നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു. പിന്നെ ഈ വീട്ടിൻ്റെ മുകളിൽ ഒരു വെന്റിലേഷൻ കണക്ക് നമ്മളൊരു റൗണ്ട് കൊടുക്കും. പിന്നെ ഈ വീടിൻ്റെ ഡോറിനായിട്ട് നമ്മളിങ്ങനെ കൊടുക്കും. ഈ ഡോറ് തുറന്ന് കിടക്കുന്ന കണക്ക് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്നൊരു ലൈൻ വരച്ച് അകത്തുനിന്നൊരു പിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതുമായിട്ട് ജോയിൻ ചെയ്ത വീട് തുറന്ന് കിടക്കുന്ന കണക്ക് തോന്നും. പിന്നെ ജനലിന് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ, മേളിലോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ, അത് ജോയിൻ ചെയ്ത് പിന്നെ ഇങ്ങനൊരു ലൈനും ഇങ്ങനൊരു ലൈനും കൊടുത്താൽ മതി. അങ്ങനെ വീട് റെഡിയായി. ഇനി ഇച്ചിരി പോച്ചയൊക്കെ കൊടുക്കണ്ടേ, അപ്പം നമ്മൾ അതിന് ഇങ്ങനെ ജസ്റ്റ് ഓരോന്ന് കൊടുത്ത് ഇനി നമുക്ക് ഒരു തെങ്ങ് കൊടുക്കാം. തെങ്ങിന് വേണ്ടി നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അതിനകത്ത് തേങ്ങ വരയ്ക്കാം. ഒരു സർക്കിള്, 2 സർക്കിൾ, 3, 4, 5 തേങ്ങ. ഇനി നമുക്ക് ഓല വരയ്ക്കണ്ടേ. ഓല വരയ്ക്കാൻ നമ്മൾ ഇത്ര സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. പിന്നെ ഓല ആയതുകൊണ്ട് ഇങ്ങനെ 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 ഓല ട്രയാങ്കിൾ ടൈപ്പ് നമ്മളങ്ങ് വരച്ചാൽ മതി. ഓല ആയതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇവിടെയും നമ്മൾ ഓല ഇവിടെയും വരച്ച് ഇവിടെ അതേ കണക്ക് തന്നെ ഓല വരച്ച്
ഇനി ഇത് നമ്മുടെ നദിയാണ്. നദിക്ക് നമ്മൾ ബ്ലൂ കളർ കൊടുക്കാം. അതിനു മുമ്പ് ഇവിടെ ചെറിയ ചെറിയ താറാവ് നീന്തുന്ന പടം വരയ്ക്കാം. ആദ്യം 2 സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് താറാവ് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് പൊങ്ങി താഴോട്ടിങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ വാല് പൊക്കി ഇതുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു ലൈൻ ഇങ്ങനെ കൊടുത്ത് അതിൽ 3 ഇങ്ങനെ കൊടുത്ത് അതിൻ്റെ ചുണ്ടും കൊടുത്ത താറാവ്. ഇനി അതിൻ്റെ കുഞ്ഞു താറാവിനെയും കൂടെ നമുക്ക് വരയ്ക്കാം. അതേ കണക്ക് 2 ലൈൻ കൊടുത്തു, ഇതേ കണക്ക് കൊടുത്തു, ഇതിൻ്റെ ജസ്റ്റ് വാല് പൊക്കി ദാണ്ട് ഇങ്ങനെ അതിന് കണ്ണും കൊടുത്ത് കുഞ്ഞു താറാവ്. പിന്നെയും ഒരു താറാവ്. ഈ താറാവെല്ലാം കൂട്ടത്തോടല്ലേ നീന്തു, അതുകൊണ്ട് നമുക്കിവിടെ ഒരു 3 താറാവിനെ കൊടുത്തു. ഇനി ഒരു താമരേനെയും വരയ്ക്കാം. ജസ്റ്റ് ഇങ്ങനൊരു ട്രയാങ്കിൾ കണക്ക് വരച്ച് മുകളിൽ നിന്നൊന്ന് വരച്ച് താഴെ നിന്നൊന്ന് വരച്ച് പിന്നെ താമരയുടെ ഇല വരയ്ക്കാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരച്ച് പിന്നെയും ഇങ്ങനെ വരച്ച് ഇനി ഇവിടെ ഒരു കുഞ്ഞു താമര വരയ്ക്കാം. അവിടെയും കുറച്ച് ഇല കൊടുക്കാം. ഇവിടെയും ഒരു കുഞ്ഞു താമര. ഓക്കെ, അങ്ങനെ ഇന്നത്തെ സീനറിയുടെ പടം നമ്മൾ വരച്ച് തീർന്നിരിക്കുന്നു. ഇന്നത്തെ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.